അതായത് അവന് ഭ്രാന്താണെന്ന് പറയും. സി എവ്രി വൺ ഇസ് ഇൻസെയിൻ എന്നുള്ളൊരു തിയറിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് എവ്രി വൺ ഹാസ് ദറ്റ് പോയിന്റ്. ലൈക്ക് നമ്മൾ എവിടെയെങ്കിലൊക്കെ നമ്മുടെ വട്ട് കാണിക്കും. ചില വട്ടുകൾ അടിപൊളിയാവും, മനസ്സിലായില്ലേ? ചിലരുടെ ഇൻസാനിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. ആ ഇൻസാനിറ്റി അവർ അതിൻ്റെ വേറൊരു എനർജിയിലോട്ട് പോകും. ഇറ്റ് ക്യാൻ ബി മ്യൂസിക്, ഇറ്റ് ക്യാൻ ബി ആർട്ട്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, മനസ്സിലായില്ലേ? ആ ഒരു സാധനമാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ നോർമൽ എന്ന് പറയുന്നത്, വാട്ട് ഈസ് നോർമൽ? ഡിഫൈൻ നോർമൽ, ദെൻ ഐ വിൽ ബി കൺവിൻസ്ഡ്. നിങ്ങൾ എന്താണ് നോർമൽ എന്ന് പറയുന്നത്? ഇത്രയും കോടി ജനങ്ങളിൽ എന്താണ് നോർമൽ എന്നുള്ള സാധനം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ നോക്കാം. അതിന് ഡെഫിനിഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴും സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് ഭ്രാന്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഡിപ്രഷൻ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അറിയില്ല. ചിലവന്മാർ മറ്റേ വെള്ളം അടിക്കാൻ പോകും, ചിലർ ട്രിപ്പ് അടിക്കാൻ പോകും, ചിലർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും. അതൊക്കെ വേണം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ ബോഡി ടു മെയിൻറ്റെയിൻ യുവർ സെൽഫ്. നമുക്ക് പഠിക്കാനായിട്ട് ട്രാവലിംഗ് ഇസ് ഗ്രേറ്റ്. പല കൾച്ചേഴ്സ്, ഞാൻ പറഞ്ഞ നമ്മളെ നാട്ടിൽ തന്നെ അല്ലാതെ പുറത്തൊക്കെ പോയാൽ ഭയങ്കര രസമാണ്. ഇറ്റ്സ് വെരി നൈസ്. ഐ ലവ് ട്രാവലിംഗ്. യാത്ര ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഫാസിനേറ്റ് ചെയ്ത ഒരു കൾച്ചർ ഏത് രാജ്യത്തെ കൾച്ചറാണ്? അയ്യോ, അത് ഞാൻ ഭയങ്കര ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പം ഇടയ്ക്കിടയ്ക്ക് സിംഗപ്പൂർ, മലേഷ്യ, ഇപ്പോൾ ബാക്കു പോയി. അപ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നൊരു വേറൊരു സാധനങ്ങൾ. അവിടുത്തെ ആൾക്കാരുടെ ആർക്കിടെക്ചേഴ്സ്, അവിടുത്തെ ഫുഡ്, അതൊക്കെ ഭയങ്കര രസമാണ്. ഫോർഗീവ് ചെയ്യാം, പക്ഷേ ഫോർഗെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. നമ്മൾ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ വെൻ ത്രൂ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ലെസൺസ് എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആൻഡ് ഐ നെവർ ഫോർഗെറ്റ് വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ്. ലൈഫിൽ എന്തൊക്കെ കടന്നു പോയി എല്ലാം എൻ്റെ മൈൻഡിൽ വെച്ചിട്ടുണ്ട്. അതൊന്നും മറ്റേ അരി വറുക്കുന്ന പോലെ എടുത്തിട്ട് വറുക്കാറൊന്നുമില്ല. ഇറ്റ്സ് ദെയർ ഇൻ വൺ പോയിന്റ്. നമ്മളൊരു സ്റ്റെപ്പ്, നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും നമ്മൾ എന്തോ ആയി എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ പറയും, അത് സിറ്റുവേഷൻ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയും ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. റിലേഷൻഷിപ്പ് അതും ഇതൊന്നും ലൈഫിൽ ഇമ്പോർട്ടൻ്റേ അല്ല. അതായത് ഇഫ് യു ഗെറ്റ് സംവൺ ഹൂ ക്യാൻ സ്പെൻഡ് എൻ എൻ്റയർ ലൈഫ് വിത്ത് യു, വെൽ ആൻഡ് ഗുഡ്, ബ്ലെസ്ഡ്. ആൾക്കാർ വരും പോവും. ദാറ്റ് വുഡ് ബി ഫ്രണ്ട്സ്, ദാറ്റ് വുഡ് ബി എനിവൺ, ഫാമിലി, എനിവൺ. സോ യു ഡോണ്ട് ബിലീവ് ഇൻ സോൾമേറ്റ്സ്? നോ 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 നോ, അങ്ങനെ ഒരു സാധനമില്ല. അതൊക്കെ നമ്മൾ ചിന്തിച്ച് എന്താണ് സോൾമേറ്റ്. ഞാൻ പറയും, എനിക്ക് ഡെഫിനിഷൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടമല്ല. എന്താണ് സോൾമേറ്റ്? എത്രയോ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ പല ടൈപ്പ് ഓഫ് സോൾ ഉണ്ട്. എത്രയോ മനുഷ്യരുണ്ട്, അവരൊക്കെ പല ടൈപ്പ് ഓഫ് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ വി ഹാവ് ടു കോപ്പ് അപ്പ്. നമ്മുടെ സ്വഭാവം ആർക്കും മനസ്സിലാവും, ഇഷ്ടപ്പെടും. ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. എനിക്കിപ്പോൾ ഒരാളുണ്ട്, ഐ എം വെരി ഹാപ്പി വിത്ത് ഹെർ. ഇറ്റ്സ് ബിൻ 3 years. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, എന്നെ സഹിക്കുന്ന, എനിക്ക് അവളെ സഹിക്കാൻ പറ്റുന്നുണ്ട്. വി ആർ ഹാവിങ് ഫൺ. ഞാൻ പറയും, ദർ ഇസ് നോ മാരേജിൻ്റെ അത് അങ്ങനത്തെ ഒന്നുമില്ല. അതൊന്നും ഇല്ലാത്ത ലെറ്റ് സീ ഹൗ തിങ്സ് ഗോസ് ഔട്ട്. ഇപ്പൊ ഈ കാലഘട്ടം മാറിയപ്പോൾ ഒരുപാട് റിലേഷൻഷിപ്പിന്റെ ഒരു നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ ഇല്ല. ഒരുപാട് സിറ്റുവേഷൻഷിപ്പും മറിച്ച് ഷിപ്പ്. സി അതൊക്കെ ഓരോ ആൾക്കാർ ഇഷ്ടമാണ്. ഐ ആം നോബഡി ടു ജഡ്ജ് ദാറ്റ് ഓർ ഗിവ് എ കമന്റ് ഓൺ ഇറ്റ്. ആൾക്കാർക്ക് അതാണ് താല്പര്യം. ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വാണ്ട്. ഇറ്റ്സ് ദെയർ ലൈഫ്. പക്ഷേ എന്ത് പ്രശ്നം വന്നാലും പ്ലീസ് ഫേസ് ദ കോൺസിക്വൻസസ്. ദിസ് ഈസ് യുവർ ഡിസിഷൻ. നിങ്ങൾ ആ കോൺസിക്വൻസ് ഫേസ് ചെയ്യുക. അതിൽ നിന്ന് എസ്കേപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പക്ഷേ ഇപ്പം സൗഹൃദത്തിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് അത് എടുത്തു പറയുന്നുണ്ട്. കുറച്ചും കൂടി നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ലേ? അല്ല, ഇത് പറയാമല്ലേ പറ്റുള്ളൂ. എൻഡ് ഓഫ് ദ ഡേ ഇത് ആൾക്കാരല്ലേ ഇത് ഏറ്റെടുക്കേണ്ടത്. ആരും അത് ചെയ്യുന്നില്ല. then what is the use? നമുക്ക് പറയാം, പറയരുത്. You can say things like political correctness and all those things, but we are still living in a world where these things doesn't matter. They don't care anything. ഞാൻ ഇപ്പം ചിലർ പറയും ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ളൊരു തോട്ടാണ്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതം അതിന് ഫോക്കസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ സിനിമയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്, ദാറ്റ് ഈസ് ദാറ്റ് ഡിഫറൻസ്. ഇപ്പോൾ ഒരു വളരെ മോശമായിട്ടുള്ളൊരു ക്യാരക്ടർ മോശമായിട്ടുള്ളൊരു കാര്യം പറയും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്.
ഇപ്പോൾ അർജുൻ റെഡ്ഡി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ പെൺകുട്ടികൾക്ക് താല്പര്യമുള്ള എനിക്കറിയാം, അവനെ പോലെ ഒരുത്തനെ കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ എവിടെയാൻ പറ്റാ അടി അതൊക്കെ കുഴപ്പമൊന്നുമില്ല ഇന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ദർ ആർ ഗേൾസ് ഹു ആർ ഓക്കെ വിത്ത് ദാറ്റ്. ഇപ്പോൾ യു എന്ന് പറയുന്നൊരു സീരീസ് ഉണ്ട്, അതായത് ക്രീപ്പി സ്റ്റോക്കർ പ്രോ മാക്സ്. അതിന് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ട്. 365 ഡേയ്സ് എന്ന് പറയുന്ന സാധനം, സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ആളെ പിടിച്ചു കൊടുത്ത് ഒരു സ്ഥലത്ത് ഇട്ടിട്ട് എന്നെ പ്രേമിക്കാൻ പറയുന്ന സാധനം, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതിന് ആ ചെറുക്കന് ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട്. അത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ? എവിടെയാണ് അത് പൊളിറ്റിക്കലി കറക്റ്റ്? അപ്പം അതാണ് പറഞ്ഞത്. ഇപ്പം ചിലവർ പറയും ഡോണ്ട് ഒബ്ജക്ടിഫൈ മൈ ബോഡി. നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഒബ്ജക്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എവിടെയാണ് ലൈക്ക് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പറയാം. അതാണ് പറയുന്നത്. എൻഡ് ഓഫ് ദ ഡേ എല്ലാം ഇതാണ് ഇങ്ങനെ ഒരു വളരെ മെസ്സി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് കിടക്കുന്നത്. നമുക്ക് ഒന്നിനെയും വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. ഫ്രീഡം എന്താണെന്നോ, സെൽഫ് റെസ്പെക്ട് എന്താണെന്നോ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണെന്നോ, എല്ലാം ഒരു അവിയല് പരിധി കിടക്കുക. നമ്മളപ്പോൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ, ഇഫ് യു വാണ്ട് ടു ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്, യു അൺലേൺ. ദാറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ ചോയ്സ്. നമുക്കൊരു വലിയ ഒരു പബ്ലിക് ക്രൗഡിനെ ഒന്നും അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. റിലീജിയസ് ആണോ അതോ സ്പിരിച്വൽ ആണോ? I am nothing. സീരിയസ്ലി എനിക്ക് ഒരുപാട് പേര് ഇങ്ങനെ പറയും ഞാൻ റിലീജിയസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളർന്ന സാഹചര്യവും അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ലേൺ ചെയ്തിട്ടുണ്ട്. ദർ ആർ ഗുഡ് തിങ്സ് ആൻഡ് ദർ ആർ തിങ്സ് വിച്ച് ഐ ഫീൽ ലൈക്ക് ഇത് മനുഷ്യരുണ്ടാക്കിയ സാധനമാണ്. റെസ്ട്രിക്ഷൻസ് I don't think if there is a supreme being or a god, I don't think he will restrict people from stuff. Exactly. മനസ്സിലായില്ലേ? അതായത് നല്ല റെസ്ട്രിക്ഷൻ, വെള്ളം അടിക്കരുത്, ഇറ്റ് ഈസ് എ ഹെൽത്ത് ഹസാർഡ്, സയൻറ്റിഫിക്കലി പ്രൂവൺ. ഡോണ്ട് ടേക്ക് ഡ്രഗ്സ്, ഒബ്വിയസ്ലി യു ഷുഡൻറ്റ്. ഈ മറ്റേ ഇങ്ങനെ നടക്കുക, അങ്ങനെ ഇരിക്കുക, പാട്ട് കേൾക്കാതിരിക്കുക, എവിടെ ആര് എങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞേക്കണത്? ഒരു മനുഷ്യന് ആ കഴിവ് കൊടുത്ത് ദൈവമാണെന്ന് പറയാം, അന്നേരം പറയും പാട്ട് കേൾക്കാൻ പാടില്ല. ഒരാൾ പടം വരയ്ക്കുന്നു, ഇന്ന പടമേ വരയ്ക്കാവൂ. വാട്ട് ലോജിക് ഇസ് ദാറ്റ്? ഇന്ന സിനിമ എടുക്കുക, അങ്ങനെ ഇല്ല. ദാറ്റ് ഈസ് ദെയർ തിങ്. എനിക്ക് ആ ഒരു ഇതുണ്ട്. ഈ കോമെന്റ്സ് എല്ലാം നോക്കാറുണ്ടോ? എൻ്റെ കോൾ മീ ഷസാമിൽ വരുന്നത് ഞാൻ വായിക്കാറുണ്ട്. ലൈഫ് ഓഫ് ഷസാം ഞാൻ ഒന്നും വായിക്കാറില്ല. ഞാൻ ഇട്ടിട്ട് ഒറ്റ ഓട്ടം ഓടും. ബിക്കോസ് ഐ നോ ആ ഒരു ലൈഫ് ഓഫ് ഷസാം എന്ന് പറയുന്ന ആ ഒരു മൂവി ഒപ്പീനിയൻ ചാനലിൽ എന്തിട്ടാലും പുരത്തെറിയാണ്. ഐ ഡോണ്ട് വോണ്ട് ടു റൂയിൻ മൈ മെൻ്റൽ ഹെൽത്ത്. അതൊക്കെ വായിച്ച് അവന്മാരൊക്കെ ആയിട്ട് അടികൂടി എന്തിന്? മറ്റെവിടെ ചെയ്യും. കോൾ മീ ഷസാം വൈൻസിൻ്റെ മിക്ക കോമൻസും വായിക്കാൻ ശ്രമിക്കുക. ഒരുപാട് പേർക്ക് 15,000 വരെ ഫോൺ വേണം, മറ്റേതൊക്കെ പറയുന്ന സാധനങ്ങൾ എടുത്തിട്ട് നോക്കാറുണ്ട്.